നമസ്കാരം. സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങളിൽ സുതാര്യതയും വേഗതയും ഉറപ്പാക്കാൻ ലക്ഷ്യമിട്ടുള്ള നിർമ്മിത ബുദ്ധി അധിഷ്ഠിത കോൾ സെന്റർ സംവിധാനമായ സ്മാർട്ടി പ്രവർത്തന സജ്ജമായി. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം.ബി. രാജേഷാണ് പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചത്. വിവിധ സേവനങ്ങൾക്കായി തദ്ദേശ സ്ഥാപനങ്ങളെ ആശ്രയിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകൾക്ക് ഇനി മുതൽ ഈ കോൾ സെന്റർ വഴി വിവരങ്ങളും പരാതി പരിഹാരങ്ങളും എളുപ്പത്തിൽ ലഭ്യമാകും. സാങ്കേതിക വിദ്യയെ ഭരണനിർവഹണത്തിന്റെ ഭാഗമാക്കി മാറ്റുന്നതിൽ കേരളം കൈവരിച്ച പുതിയ നേട്ടമാണിതെന്ന് മന്ത്രി എം.ബി. രാജേഷ് പറഞ്ഞു. ഈ വാർത്തയോടുകൂടി നമ്മൾ ന്യൂസ് ടൈമിലേക്ക് പോകുന്നു. അതിനു മുൻപ് ന്യൂസ് ടൈമിലെ പ്രധാന വാർത്തകൾ നോക്കാം. കരുവന്നൂർ സഹകരണ ബാങ്ക് ഭരണസമിതി തെരഞ്ഞെടുപ്പ് ഫെബ്രുവരി 22-ന്. ഫെബ്രുവരി 6-ന് രാവിലെ 11 മുതൽ ഉച്ചയ്ക്ക് ശേഷം 2 വരെ ബാങ്ക് ഓഫീസിൽ നാമനിർദ്ദേശ പത്രിക നേരിട്ട് സമർപ്പിക്കാം. കൊടുങ്ങല്ലൂരിൽ സഞ്ചരിക്കുന്ന മൊബൈൽ ബാർ പിടികൂടി. ആവശ്യക്കാർക്ക് വിതരണം ചെയ്യാൻ ഓട്ടോറിക്ഷയിൽ സൂക്ഷിച്ച 10 ലിറ്റർ മദ്യം ഓട്ടോയിൽ നിന്നും കണ്ടെത്തി. ഡൽഹിയിൽ നടക്കുന്ന റിപ്പബ്ലിക് ദിന പരേഡിൽ പ്രത്യേക അതിഥിയായി പങ്കെടുക്കാൻ കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി ബീബിക്ക് ക്ഷണം. തൃശൂർ ജില്ലയിൽ നിന്നും ക്ഷണം ലഭിച്ച ഏക തദ്ദേശ സ്ഥാപനത്തിന്റെ പ്രസിഡന്റാണ് അശ്വതി ബീബി. വിശദമായ വാർത്തകളിലേക്ക് പോകാം. കരുവന്നൂർ സഹകരണ ബാങ്ക് ഭരണസമിതി തെരഞ്ഞെടുപ്പ് ഫെബ്രുവരി 22-ന്. കരുവന്നൂർ അഴിമതി കണ്ടെത്തിയതോടെ 2021 മുതൽ ബാങ്കിൽ അഡ്മിനിസ്ട്രേറ്റർ ഭരണമായിരുന്നു. ഫെബ്രുവരി 6-ന് രാവിലെ 11 മുതൽ ഉച്ചയ്ക്ക് ശേഷം 2 വരെ ബാങ്ക് ഓഫീസിൽ നാമനിർദ്ദേശ പത്രിക നേരിട്ട് സമർപ്പിക്കാം. തെരഞ്ഞെടുപ്പിനുള്ള വിജ്ഞാപനം പുറത്തിറക്കി. അഴിമതി തട്ടിപ്പ് ആരോപണങ്ങളിലൂടെ വിവാദങ്ങളിൽ നിറഞ്ഞ കരുവന്നൂർ സഹകരണ ബാങ്ക് ഭരണസമിതി തെരഞ്ഞെടുപ്പ് വിജ്ഞാപനമിറങ്ങി. ഫെബ്രുവരി 22-ന് മാടായിക്കോണം P.K. ചാത്തൻ മാസ്റ്റർ മെമ്മോറിയൽ ഗവൺമെന്റ് UP സ്കൂളിലാണ് തെരഞ്ഞെടുപ്പ് നടക്കുക. കരുവന്നൂർ അഴിമതി കണ്ടെത്തിയതോടെ 2021 മുതൽ ബാങ്കിൽ അഡ്മിനിസ്ട്രേറ്റർ ഭരണമായിരുന്നു. ഫെബ്രുവരി 6-ന് രാവിലെ 11 മുതൽ ഉച്ചയ്ക്ക് ശേഷം 2 വരെ ബാങ്ക് ഓഫീസിൽ നാമനിർദ്ദേശ പത്രിക നേരിട്ട് സമർപ്പിക്കാം. പിറ്റേന്ന് രാവിലെ 11 മുതൽ ബാങ്ക് ഓഫീസിൽ നാമനിർദ്ദേശ പത്രികകൾ സൂക്ഷ്മ പരിശോധനയ്ക്ക് വിധേയമാക്കും. 9-ന് വൈകിട്ട് 5 വരെയാണ് പത്രികകൾ പിൻവലിക്കാനുള്ള അവസാന തീയതി. ബാങ്ക് നടത്തിപ്പിനായി 13 അംഗ ഭരണസമിതിയാണ് തെരഞ്ഞെടുക്കുക. ഇതിൽ സഹകരണ നിയമപ്രകാരം 7 ജനറൽ, 2 വനിത, SC ST 1, 25,000 രൂപയോ അതിൽ കൂടുതലോ നിക്ഷേപമുള്ള അംഗങ്ങളിൽ നിന്ന് 1, 40 വയസ്സിൽ താഴെയുള്ള പൊതുവിഭാഗങ്ങളിൽ നിന്ന് 1, 40 വയസ്സിൽ താഴെയുള്ള വനിതാ വിഭാഗങ്ങളിൽ 1 എന്നിങ്ങനെയാണ് അംഗങ്ങളെ തെരഞ്ഞെടുക്കുക. തെരഞ്ഞെടുപ്പിനുള്ള പ്രാഥമിക വോട്ടർ പട്ടിക ബാങ്ക് ഓഫീസ് ബോർഡിൽ പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ട്. വോട്ടർ പട്ടികയിൽ തടസ്സവാദങ്ങളുണ്ടെങ്കിൽ 27-ന് 5-നുള്ളിൽ സമർപ്പിക്കണം. ലഭിച്ച തടസ്സവാദങ്ങളിൽ പിറ്റേന്ന് രാവിലെ 11 മുതൽ വൈകിട്ട് 5 വരെ ബാങ്കിൽ വെച്ച് പരിശോധന നടത്തും. തുടർന്ന് 30-ന് രാവിലെ 11-ന് ബാങ്ക് ഹെഡ് ഓഫീസിലെ നോട്ടീസ് ബോർഡിൽ അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കും. മീഡിയ ടൈം, ഇരിങ്ങാലക്കുട. കൊടുങ്ങല്ലൂരിൽ സഞ്ചരിക്കുന്ന മൊബൈൽ ബാർ പിടികൂടി. ആവശ്യക്കാർക്ക് വിതരണം ചെയ്യാൻ ഓട്ടോറിക്ഷയിൽ സൂക്ഷിച്ച 10 ലിറ്റർ മദ്യം ഓട്ടോയിൽ നിന്നും കണ്ടെത്തി. കയ്പമംഗലം ഡോക്ടർ പടി ചോറാട്ടിൽ വീട്ടിൽ 52 വയസ്സുള്ള ബൈജുവിനെയാണ് കൊടുങ്ങല്ലൂർ എക്സൈസ് പിടികൂടിയത്. രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയ്ക്കിടെ കൂടിയ വിലയ്ക്ക് മദ്യം കൊടുക്കുന്ന സമയത്താണ് ബൈജു പിടിയിലായത്. ഇയാളുടെ പേരിൽ മദ്യവിൽപ്പന നടത്തിയതുമായി ബന്ധപ്പെട്ട് കയ്പമംഗലം പോലീസിലും എക്സൈസിലും നേരത്തെ കേസുള്ളതാണ്. കൊടുങ്ങല്ലൂർ കോടതിയിൽ ഹാജരാക്കിയ ബൈജുവിനെ റിമാൻഡ് ചെയ്തു. മാളാപ്പള്ളിപ്പുറത്ത് ഒഴിഞ്ഞ പറമ്പിൽ നിന്നും മലമ്പാമ്പിനെ പിടികൂടി. ഇവിടെ ഉപയോഗിക്കാതെ കിടന്നിരുന്ന കിണറിലെ വലയിൽ കുടുങ്ങിയ നിലയിലായിരുന്നു പാമ്പിനെ കണ്ടത്. മാളാപ്പള്ളിപ്പുറം കാഞ്ഞൂത്തറ ജോമോന്റെ ഉപയോഗശൂന്യമായി കിടന്നിരുന്ന പറമ്പിലെ കിണറിലെ വലയിലാണ് പാമ്പ് കുടുങ്ങിയത്. രാവിലെ പറമ്പിലെത്തിയ ജോമോനാണ് പാമ്പിനെ കണ്ടത്. ഉടൻ തന്നെ വനം വകുപ്പിൽ വിവരം അറിയിച്ചു. തുടർന്ന് ചാലക്കുടി ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പാമ്പിനെ പിടികൂടി. 2 ദിവസത്തിൽ അധികമായി വലയിൽ കുടുങ്ങിക്കിടന്നിരുന്നതായാണ് നിഗമനം. ഏറെ നേരത്തെ ശ്രമത്തിനു ശേഷമാണ് പാമ്പിനെ വല മുറിച്ച് പിടികൂടിയത്. ഡൽഹിയിൽ നടക്കുന്ന റിപ്പബ്ലിക് ദിന പരേഡിൽ പ്രത്യേക അതിഥിയായി പങ്കെടുക്കാൻ കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി ബീബിക്ക് ക്ഷണം. കഴിഞ്ഞ ഭരണസമിതിയിൽ മറ്റത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റായിരിക്കെ നടത്തിയ വികസന പ്രവർത്തനങ്ങൾക്കും ക്ഷേമ പ്രവർത്തനങ്ങൾക്കും ഉള്ള അംഗീകാരമായിട്ടാണ് ഈ ക്ഷണം. കഴിഞ്ഞ ഭരണസമിതിയിൽ മറ്റത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റായിരിക്കെ മറ്റത്തൂരിന് 2 തവണ സ്വരാജ് പുരസ്കാരമടക്കം നിരവധി അവാർഡുകൾ ലഭിച്ചിരുന്നു. തൃശൂർ ജില്ലയിൽ നിന്നും റിപ്പബ്ലിക് ദിന പരേഡിൽ ക്ഷണം ലഭിച്ച ഏക തദ്ദേശ സ്ഥാപനത്തിന്റെ പ്രസിഡന്റാണ് മറ്റത്തൂർ മൂലംകുളം സ്വദേശിയായ അശ്വതി ബീബി. മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റായിരുന്ന സമയത്ത് വേൾഡ് വാട്ടർ വീക്ക്
പരിപാടിയിൽ 20 ലോകരാഷ്ട്രങ്ങൾ പങ്കെടുത്ത പരിപാടിയിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് ന്യൂഡൽഹിയിൽ നമുക്ക് പങ്കെടുക്കാനായിട്ട് അവസരം ലഭിച്ചിരുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ റിപ്പബ്ലിക് ഡേ ദിനത്തോടനുബന്ധിച്ചിട്ടുള്ള പരിപാടി കർത്തവ്യപഥ് രാഷ്ട്രപതി ഭവനിൽ പങ്കെടുക്കാൻ ലഭിച്ച ഈ അവസരം വളരെ അഭിമാനത്തോടു കൂടി സന്തോഷത്തോടു കൂടി സ്വീകരിക്കുകയാണ്. പൊയ്യ AKM ഹയർ സെക്കൻഡറി സ്കൂളിൽ വാർഷികവും യാത്രയപ്പ് സമ്മേളനവും നടന്നു. ഇരിങ്ങാലക്കുട രൂപതാ മെത്രാൻ പോളി കണ്ണുക്കാടൻ ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഔസേപ്പച്ചൻ ജോസ് അധ്യക്ഷത വഹിച്ചു. ബെന്നി ബെഹനാൻ MP മുഖ്യാതിഥിയായിരുന്നു. ഒരു കരയും വിദൂരമല്ല, ഒരു കടലും അഗാധമല്ല, ആകാശവും അകലെയല്ലെന്ന് പറഞ്ഞു. കഠിനാധ്വാനമുണ്ടെങ്കിൽ, കഴിവുണ്ടെങ്കിൽ, സ്വപ്നം കാണാൻ കഴിയുമെങ്കിൽ, വിശ്വാസമുണ്ടെങ്കിൽ, ഞാൻ 2 വാക്കുകൂടി പറയുന്നു, അനുസരണയുണ്ടെങ്കിൽ, അറിവ് മാത്രം പോരാ, തിരിച്ചറിവ് കൂടി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പലയിടത്തും എത്തിച്ചേരാൻ കഴിയും. അത് നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. മാള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുഭാഷിണി രാജീവ്, ജില്ലാ പഞ്ചായത്ത് അംഗം സാജൻ കൊടിയൻ, പൊയ്യ പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ലിൻസി ജോയ്, മാള BPC P ലിജു, സ്കൂൾ മാനേജർ ഔസേപ്പച്ചൻ അമ്പുക്കൻ, ജോഫി K ആന്റണി, ദീപ പാപ്പച്ചൻ എന്നിവർ സംസാരിച്ചു. സ്വാഗതം ചെയ്യുന്നു. റെജീന ടീച്ചറെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഏറെയായി AKMHSന്റെ അകത്തളങ്ങളിൽ തങ്ങളുടെ ഉയരും ഉണർവും ലയം ചെയ്ത മാള ആനപ്പാറ ശ്രീ മണലി ഭഗവതി ക്ഷേത്രത്തിൽ മകരച്ചൊവ്വ മഹോത്സവം ആഘോഷിച്ചു. വൈകിട്ട് കാഴ്ചശീവേലി, കാളകളി, ദീപാരാധന, നിറമാല, താലിവരവ്, വിവിധ കലാപരിപാടികൾ എന്നിവ നടന്നു. നിരവധി ഭക്തർ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കരുവന്നൂർ സഹകരണ ബാങ്ക് ഭരണസമിതി തെരഞ്ഞെടുപ്പ് ഫെബ്രുവരി 22-ന്. ഫെബ്രുവരി 6-ന് രാവിലെ 11 മുതൽ ഉച്ചയ്ക്ക് ശേഷം 2 വരെ ബാങ്ക് ഓഫീസിൽ നാമനിർദ്ദേശ പത്രിക നേരിട്ട് സമർപ്പിക്കാം. കൊടുങ്ങല്ലൂരിൽ സഞ്ചരിക്കുന്ന മൊബൈൽ ബാർ പിടികൂടി. ആവശ്യക്കാർക്ക് വിതരണം ചെയ്യാൻ ഓട്ടോറിക്ഷയിൽ സൂക്ഷിച്ച 10 ലിറ്റർ മദ്യം ഓട്ടോയിൽ നിന്നും കണ്ടെത്തി. ഡൽഹിയിൽ നടക്കുന്ന റിപ്പബ്ലിക് ദിന പരേഡിൽ പ്രത്യേക അതിഥിയായി പങ്കെടുക്കാൻ കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി ബീബിക്ക് ക്ഷണം. തൃശൂർ ജില്ലയിൽ നിന്നും ക്ഷണം ലഭിച്ച ഏക തദ്ദേശ സ്ഥാപനത്തിന്റെ പ്രസിഡന്റാണ് അശ്വതി ബീബി. ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.